നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്നുള്ളത് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കാൾ പിയേഴ്സൺ ആണ്. ഓക്കെ, സോ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഓൾഡസ്റ്റ് മെത്തേഡാണ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാൾ പിയേഴ്സൺ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു പോപ്പുലേഷനിൽ കെ പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പോപ്പുലേഷനിൽ കെ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഈ കെ പാരാമീറ്റേഴ്സ് എന്താണ്? അൺനോൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. കാര്യം മനസ്സിലായോ? നമുക്ക് ഒരു പോപ്പുലേഷനിൽ കെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതത്രയും കെ പാരാമീറ്റേഴ്സ് അത്രയും എന്താണ്? അൺനോൺ ആണ്. സോ നമ്മൾ എന്താണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ ടു ദി ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യും? സാമ്പിളിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും പോപ്പുലേഷനിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. സോ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുമ്പം ഇത് മൊമെൻറ്റ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്കൊരു പോപ്പുലേഷനിൽ കെ അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സാമ്പിളിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും എന്ത് ചെയ്യുക? പോപ്പുലേഷനിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും. അപ്പം സാമ്പിളിലെ ആദ്യത്തെ കെ മൊമെൻറ്റിനെ സാമ്പിളിലെ ആദ്യത്തെ മൊമെൻറ്റ് എന്ന് എന്ത് ചെയ്യുക? പോപ്പുലേഷനിലെ ആദ്യത്തെ മൊമെൻറ്റായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ സാമ്പിളിലെ രണ്ടാമത്തെ മൊമെൻറ്റിനെ പോപ്പുലേഷനിലെ രണ്ടാമത്തെ മൊമെൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ സാമ്പിളിലെ കേത്ത് മൊമെൻറ്റിനെ പോപ്പുലേഷനിലെ കേത്ത് മൊമെൻറ്റുമായിട്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടി? കെ ഇക്വേഷൻസ് കിട്ടിയില്ലേ? നമുക്ക് എത്ര അൺനോൺസ് ഉണ്ട്? പോപ്പുലേഷനിൽ കെ പാരാമീറ്റേഴ്സ് ആണ് ഉണ്ടായത്. ആ കെയും അൺനോൺസ് ആണ്. സോ നമുക്ക് കെ ഇക്വേഷൻസും കെ അൺനോൺസും കിട്ടി. നമുക്കത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമ്മളെ എസ്റ്റിമേറ്റേഴ്സ് കിട്ടും. അതായത് കെ എസ്റ്റിമേറ്റേഴ്സ് കിട്ടും. കാര്യം മനസ്സിലായോ? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. സോ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാൾ പിയേഴ്സനാണ്. ഇനി സപ്പോസ് നമുക്കൊരു പോപ്പുലേഷനിലെ കെ പാരാമീറ്റേഴ്സ്, ഈ കെ പാരാമീറ്റേഴ്സ് എന്താണ്? അൺനോൺ ആണെന്ന് വിചാരിക്കുക. സോ വി ഇക്വേറ്റ് ഇൻ ജനറൽ ദ ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ ടു ദി ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാമ്പിളിലുള്ള ഫസ്റ്റ് കെ മൊമെൻറ്റ്സിനെ പോപ്പുലേഷനിലുള്ള ഫസ്റ്റ് കെ മൊമെൻറ്റ്സിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? സാമ്പിളിലുള്ള ഫസ്റ്റ് കെ മൊമെൻറ്റ്സിനെ പോപ്പുലേഷനിലുള്ള ഫസ്റ്റ് കെ മൊമെൻറ്റ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സാമ്പിളിലുള്ള കെ മൊമെൻറ്റ്സിനെ പോപ്പുലേഷനിലുള്ള ഫസ്റ്റ് കെ മൊമെൻറ്റ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് സാമ്പിളിലുള്ള ആദ്യത്തെ മൊമെൻറ്റിനെ പോപ്പുലേഷനിലുള്ള ആദ്യത്തെ മൊമെൻറ്റായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സാമ്പിളിലുള്ള രണ്ടാമത്തെ മൊമെൻറ്റിനെ പോപ്പുലേഷനിലുള്ള രണ്ടാമത്തെ മൊമെൻറ്റായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സാമ്പിളിലുള്ള കേത്ത് മൊമെൻറ്റിനെ പോപ്പുലേഷനിലുള്ള കേത്ത് മൊമെൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി വാട്ട് വി ഹാവ് കെ ഇക്വേഷൻസ് ഇൻ കെ അൺനോൺസ്. നമുക്ക് കെ ഇക്വേഷൻസ് ഉണ്ട്, കെ അൺനോൺസും ഉണ്ട്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ എസ്റ്റിമേറ്റേഴ്സ് കിട്ടുമല്ലോ. കിട്ടും. ഓക്കെ, ഇനി ഇതിന് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. നമുക്ക് എക്സ് എന്നുള്ളത് എന്താണ്? നമ്മൾ റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. ലെറ്റ്സ് സേ മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്ത് മൊമെൻറ്റ് അബൌട്ട് ഒറിജിൻ O ആണ്. ഓക്കെ, സോ നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് കൺസിഡർ ചെയ്തു. അതിൻ്റെ PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. ഓക്കെ, നൗ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ആർത്ത് മൊമെൻറ്റ് അബൌട്ട് ദി ഒറിജിൻ O. മ്യൂ ആർ ഡാഷിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ ആർ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ, മ്യൂ ആർ ഡാഷ് മൊമെൻറ്റ്സ് ഒക്കെ. സോ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ആർത്ത് മൊമെൻറ്റ് അബൌട്ട് ഒറിജിൻ O ആണ്. മ്യൂ ആർ ഡാഷ് ഇസ് ഗിവൺ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ ആർ. In general, mu r dash will be a non-function of theta and we write mu r dash as mu r dash of theta. So പറഞ്ഞു വരുന്നത് mu r dash എന്തായിരിക്കും? ഒരു തീറ്റേൻ്റെ ഒരു നോൺ ഫംഗ്ഷൻ ആയിരിക്കും. മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ ആർ ആണ്. ആൻഡ് ദിസ് മ്യൂ ആർ ഡാഷ് വിൽ ബി എ നോൺ ഫംഗ്ഷൻ ഓഫ് തീറ്റ. സോ മ്യൂ ആർ ഡാഷ് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയതുകൊണ്ട് നമുക്ക് മ്യൂ ആർ ഡാഷിനെ എങ്ങനെ എഴുതാം? മ്യൂ ആർ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ. അതായത് തീറ്റേൻ്റെ ഒരു നോൺ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു പോപ്പുലേഷനിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും സാമ്പിളിലെ ആദ്യത്തെ കെ മൊമെൻറ്റ്സും കൂടിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇതാണ് പോപ്പുലേഷൻ്റെ മൊമെൻറ്റ്സ്. ഇനി ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊരു റാൻഡം വേരിയബിൾ ഉണ്ട്, അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റയാണ്. പിന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? ആർത്ത് മൊമെൻറ്റ് അബൌട്ട് ഒറിജിൻ കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ ആർ. പിന്നെ നമ്മൾ പറഞ്ഞു മ്യൂ ആർ ഡാഷ് എന്താണ്? ഒരു നോൺ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മളൊരു സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു, x1 x2 എക്സെട്ര xn. ഈ ഒരു സാമ്പിൾ ഒരു റാൻഡം ആയിട്ട് ഒരു സാമ്പിൾ കൺസിഡർ ചെയ്തു. സാമ്പിളിൻ്റെ സൈസ് n ആണ്. ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. എവിടെ നിന്നാണ് നമ്മൾ ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്? ഫ്രം എ പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. ഒരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. ആ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്. x1 x2 എക്സെട്ര x എന്നുള്ള ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർത്ത് സാമ്പിൾ മൊമെൻറ്റ് വിൽ ബി എം ആർ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi. അപ്പോൾ സാമ്പിൾ മൊമെൻറ്റ് എന്താണെന്ന് പറയുന്നത്? ആർത്ത് സാമ്പിൾ മൊമെൻറ്റ് എം ആർ ഡാഷ്. സാമ്പിൾ മൊമെൻറ്റിനെ നമ്മൾ എം എന്നാണ് കൊടുക്കുന്നത്. എം ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്ത് സാമ്പിൾ മൊമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi പവർ ആർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സാമ്പിൾ മൊമെൻറ്റിനെയും പോപ്പുലേഷൻ മൊമെൻറ്റിനെയും ഇക്വേറ്റ് ചെയ്യും. അതായത് എം ആർ ഡാഷിനെയും മ്യൂ ആർ ഡാഷിനെയും ഇക്വേറ്റ് ചെയ്യും. മ്യൂ ആർ ഡാഷിന് നമ്മൾ എന്ത് എഴുതി? മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ എന്ന് എഴുതി, ബിക്കോസ് മ്യൂ ആർ ഡാഷ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഓക്കെ, സോ എം ആർ ഡാഷിനെയും മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റേനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും ആൻഡ് വി സോൾവ് ഫോർ തീറ്റ. അപ്പോൾ നമുക്കൊരു വാല്യൂ തീറ്റ ക്യാപ്പ് കിട്ടുമല്ലോ. ദെൻ ദിസ് തീറ്റ ക്യാപ്പ്, അതായത് നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ തീറ്റയ്ക്ക് നമുക്കൊരു വാല്യൂ കിട്ടില്ലേ? വി കോൾ ഇറ്റ് തീറ്റ ക്യാപ്പ്. ഈ തീറ്റ ക്യാപ്പ് ആണ് എന്ത്? എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ ഒബ്റ്റെയിൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. ഇത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വേഗമായിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആവും കേട്ടോ. സോ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഓൾഡസ്റ്റ് മെത്തേഡാണ്, കാൾപിയേഴ്സിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പോപ്പുലേഷനിൽ കെ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിളിൻ്റെ ആദ്യത്തെ കെ മൊമെൻറ്റ്സിനെയും പോപ്പുലേഷൻ്റെ ആദ്യത്തെ കെ മൊമെൻറ്റ്സിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യും. സോ ബേസിക്കലി നമുക്ക് കെ ഇക്വേഷൻസും കെ അൺനോൺസും ഉണ്ട്. സോൾവ് ചെയ്തിട്ട് നമുക്ക് ഓരോ പാരാമീറ്ററിൻ്റെയും എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്, അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ആർത്ത് മൊമെൻറ്റ് അബൌട്ട് ഒറിജിൻ O ആണ്. മ്യൂ ആർ ഡാഷ് ഇസ് ഗിവൺ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പവർ ആർ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ. ഓക്കെ, ഇനി നമ്മൾ ഒരു പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റയെന്ന് ഒരു പോപ്പുലേഷൻ ഉണ്ട്, അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റയാണ്. ഈ പോപ്പുലേഷൻ എന്ത് ചെയ്തു? ഒരു റാൻഡം സാമ്പിൾ എടുത്തു. ആ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn. ആ റാൻഡം സാമ്പിളിൻ്റെ സൈസ് n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാമ്പിളിൻ്റെ ആർത്ത് മൊമെൻറ്റിനെ നമ്മൾ എങ്ങനെ എഴുതി? എം ആർ ഡാഷ് എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi പവർ ആർ. ഇപ്പോൾ നമ്മൾ നോക്കിയോ, സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? m1 ഡാഷ് ആർ ഈക്വൽ ടു 1 കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi പവർ ആർ ഈക്വൽ ടു 1 അല്ലേ? സോ 1/n സമ്മേഷൻ xi. കാര്യം മനസ്സിലായോ? ഇതാണ് സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ്, ആർ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ. ഇനി സാമ്പിളിൻ്റെ സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു 2 കൊടുക്കുക. സോ 1/n സമ്മേഷൻ xi സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഈ m1 ഡാഷിനെയും മ്യൂ1 ഡാഷ് പോപ്പുലേഷൻ്റെ ആർത്ത് മൊമെൻ്റ് ആണ് എന്ത്? മ്യൂ ആർ ഡാഷ്. സോ അതിൽ ആർ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് മ്യൂ1 ഡാഷ് കിട്ടും. പിന്നെ നമ്മൾ ഈ മ്യൂ1 ഡാഷിനെയും m1 ഡാഷിനെയും ആയിരിക്കും ഇക്വേറ്റ് ചെയ്യുക. ഇനി സാമ്പിൾ മൊമെൻറ്റ് m2 ആണ്. ഇനി പോപ്പുലേഷൻ്റെ സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് മ്യൂ2 ഡാഷ്. നമ്മൾ മ്യൂ2 ഡാഷിനെയും m2നെയും ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റേനെയും എം ആർ ഡാഷിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എം ആർ ഡാഷിനെ മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റേനെയും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? തീറ്റയ്ക്ക് വേണ്ടി സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടില്ലേ? വി കോൾ ഇറ്റ് തീറ്റ ക്യാപ്പ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? തീറ്റ ക്യാപ്പ് ആണ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാവും കേട്ടോ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്
മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി അൺബയാസ്ഡ്. നമുക്കിങ്ങനെ കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സിന് നമ്മൾ എന്ത് പറയും? മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയും. ദാറ്റ് ഇസ് ദ എസ്റ്റിമേറ്റേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വഴി നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് ഇതൊക്കെ എന്താണ്? അസിംപ്റ്റോട്ടിക്കലി അൺബയാസ്ഡ് ആണ്. അതായത് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എന്താണ്? നമ്മളെ സാമ്പിളിൻ്റെ സൈസ് ഭയങ്കര വലുതാവുമ്പം ഇതെന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിട്ട് മാറും. പിന്നെ ദേ ആർ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റേഴ്സ്. മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വഴി നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. ദെൻ തേർഡ് വൺ, അണ്ടർ ഫെയർലി ജനറൽ കണ്ടീഷൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി നോർമൽ. ജനറൽ കണ്ടീഷൻസിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി നോർമലാണ്. അതായത് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താ പറയുക, മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യും? നോർമലിലേക്ക് ടെൻഡ് ചെയ്യും. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സാമ്പിൾ സൈസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? നല്ല ലാർജ് ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിലുള്ളത്. പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ മെത്തേഡ് നന്നായിട്ട് ക്ലിയർ ആവും.